കാസർഗോഡ് കുറ്റിക്കോലിൽ ഭാര്യയെ വെട്ടിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി പുണ്യംകണ്ടത്ത് സ്വദേശി സുരേഷാണ് മരിച്ചത്. പരിക്കേറ്റ ഭാര്യ സിനിയെ കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു കാസർഗോഡ് നിന്നും വിവരങ്ങളുമായി. ജോസഫ്, ഈ ഭാര്യയുടെ നിലവിലെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള കാരണം? കുടുംബ പ്രശ്നമാണ് എന്നുള്ള ഒരു നിഗമനം മാത്രമായി തന്നെ നമുക്ക് വെക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്താൻ സാധിക്കുമോ ഈ ഒരു മണിക്കൂർ? കാളിദാസ്, ഇന്ന് പുലർച്ചെയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. കുറ്റിക്കോൽ പനയങ്ങാനത്താണ് ഈ ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് കെട്ടിത്തൂങ്ങി ജീവനൊടുക്കിയത്. കുറ്റിക്കോൽ ടൗണിലെ ഓട്ടോ ഡ്രൈവറും മുൻ പ്രവാസിയുമായിട്ടുള്ള സുരേഷാണ് ജീവനൊടുക്കിയത്. ഭാര്യ സിനിയെ കുത്തേറ്റ നിലയിൽ ഇപ്പോൾ ഇ.കെ. നയനാർ ചെങ്കളയിലെ ഇ.കെ. നയനാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് സാരമുള്ളതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇവർക്ക് 2 മക്കളാണുള്ളത്. 5ഉം 1ഉം വയസ്സുള്ള പ്രായമുള്ള ഈ കുട്ടികളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഇയാൾ ഈ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ഭാര്യ അയൽവക്കത്തെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും പിന്നീട് അയൽക്കാരോട് വിവരം പറയുകയുമാണ് ഉണ്ടായത്. അയൽക്കാരോട് വിവരം പറഞ്ഞ് ഈ അയൽക്കാർ പിന്നീട് സിനിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് ഇവരെ ഈ വീട്ടിലെത്തിയപ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും പ്രാഥമികമായി നടത്തിയ വിവരശേഖരണത്തിൽ കുടുംബ വഴക്കാണ് ഇത്തരത്തിൽ ഈ ആക്രമണത്തിലേക്കും ഈ ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ബേഡകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിക്കേറ്റ സിനി ഇപ്പോൾ ചെങ്കലയിലെ ഇ.കെ. നയനാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവർക്ക് 2 മക്കളാണുള്ളത്. ഇവർ സുരക്ഷിതരാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ബേഡകം പോലീസ് എത്തിയതിനു ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. കാളിദാസ്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്.